ഒരു ഭരണമാറ്റത്തിന്റെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. 101 വാർഡുകളിലും രാഷ്ട്രീയ വിശകലന യോഗം സംഘടിപ്പിക്കും എന്നതാണ്. കോൺഗ്രസ് പണി തുടങ്ങിയിട്ടാ സുഹൃത്തെ. പ്രാവശ്യം ആദ്യമായിട്ട് അവർക്ക് ലേശം വീക്കല്ലേ അവിടെ 3ാം സ്ഥാനത്തൊക്കെ എത്തുന്ന നമ്മളെ പണി തീരണ്ടേ? പഞ്ചായത്ത് ഇലക്ഷന്റെ സ്റ്റോറികൾ എടുത്തു തുടങ്ങണ്ടേ? ഇനിയിപ്പോ അതായല്ലോ അല്ലേ. ഈ കൽപ്പറ്റ നഗരസഭയിലെ വേറെന്തെങ്കിലും ജോലി കൗൺസിലർ ആയിരിക്കുമ്പോൾ തന്നെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് വേറെ ജോലി ചെയ്യുന്ന കൗൺസിലർ ആരാ? കൗൺസിലർ ഇപ്പോ നമ്മളാ വായനശാല പാർക്കിന്റെ ഒക്കെ സ്റ്റോറി ചെയ്തില്ലേ ഹൈസ്കൂൾ വാർഡില് ഷിബു എന്ന് പറയുന്ന ഒരു കൗൺസിലർ, മുണ്ടേരി കൗൺസിലർ. വുഡിന്റെ ഒക്കെ ഒരു പണിശാല ഉണ്ട് അവിടെ മുണ്ടേരി. ഞാന് രാവിലെ വരുമ്പം അധികം കാണലുണ്ടായിരുന്നു. ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇലക്ഷൻ തിരക്കിലൊക്കെ വർക്ക് നിർത്തിയിട്ടുണ്ടാവും? അങ്ങനെ നിർത്തൂല. എന്നാലും അയാള് എല്ലാ ദിവസവും പോകുന്നതാ. രാവിലെയും വൈകുന്നേരം കൂടുതൽ ഇലക്ഷൻ വർക്കൊക്കെ. പകലെന്തായാലും വർക്കിന് പോവാണ്. എന്തായാലും അടുത്തല്ലേ, ഒന്ന് മുണ്ടേരി പോയോക്കാം നമുക്ക്. ഷിബു വർക്ക് ചെയ്യുന്ന ഷെഡിൽ ഉണ്ടെങ്കിൽ ഇവിടെ വിഷലങ്ങ് എടുക്കാം. നോക്കി നോക്കാം. എന്താണ് പിന്നെ പതിവില്ലാതെ ഇങ്ങനെ ഒരു ഇറങ്ങല്? നമ്മളിപ്പോ പൊതുവെ രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നതാണല്ലോ ആൾക്കാരൊരു വിചാരം. രാഷ്ട്രീയം ജീവിതം മറക്കാൻ. അപ്പൊ അതല്ലാതെ ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു കൗൺസിലർ ആരാന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് എന്നോട് സുഹൃത്തൊക്കെ പറഞ്ഞ ഷിബുവേട്ടൻ രാവിലെ പണിക്കിറങ്ങും. എന്ത് തിരക്കാണെങ്കിലും ജീവിക്കാനുള്ള പണി എടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളൊരു കൂടുതൽ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഈ വർക്ക് തന്നെയാണ്. ഞാൻ കൗൺസിലർ ആവുന്നതിന് മുമ്പും ഈ പണിയെടുത്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് പോയാലും വേണമല്ലോ അല്ലേ? അതെ, അത് വേണം. അപ്പൊ പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും കൂടി മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഷിബുവേട്ടൻ. അതെ. ഇപ്പൊ അടുത്ത ഒരു ഉന്നതിന്ന് എന്തെങ്കിലും അസുഖമായ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓടേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഓടണം. ഈ പണി ഡ്രസ്സ് മാറ്റാൻ പോലും സമയം കിട്ടാൻ സാധ്യതയില്ലല്ലോ. ഡ്രസ്സ് മാറ്റാൻ സാധാരണ സമയം കിട്ടാറില്ല. മുനിസിപ്പാലിറ്റിയിൽ വരെ ഈ വർക്കിംഗ് ഡ്രസ്സിൽ പോകേണ്ട ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പൊതുവെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണല്ലോ പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഈ കൗൺസിലർമാർക്കൊക്കെ അങ്ങനെ ഒക്കെ വരുമ്പോ അങ്ങനെ ഈ ആൾക്കാർ പലതും ഓഫറോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്താ ഷിബുവേട്ടൻ പറയാറ്? സാധാരണഗതിയിൽ ഒരു പൊതു അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൗൺസിലർമാർ വലിയ ഏറെ പ്രയാസത്തിലാണ്. 8000 രൂപ ഓണറിയും കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കിടക്കുന്നത്. ഒരു കൗൺസിലർമാർക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് പോലും 8000 രൂപ കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല, നമുക്കൊക്കെ അറിയാം. അല്ല, പക്ഷെ ചിലരൊക്കെ പെട്ടുപോകലുണ്ടല്ലേ, പണിക്ക് പോകാനും പറ്റില്ല, അങ്ങനെ വലിയ പ്രയാസം ഉണ്ടാവും, പല കൗൺസിലർമാർക്കും ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ 1-2 സന്ദർഭങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ തൊട്ട് അടുത്തുള്ള ഉന്നതിയിൽ ഒരു ചീരമ്മ, ഏകദേശം 79 വയസ്സായിട്ടുള്ള ഒരു ചീരമ്മയുണ്ട്. അവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയം കയറി ഇറങ്ങി നോക്കുമ്പോൾ പല രേഖകളും അവർക്കില്ല. അങ്ങനെ രേഖകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാ രേഖകളും എത്തി. അതോടൊപ്പം തന്നെ അവർക്ക് പെൻഷൻ ലഭിച്ചു. അങ്ങനെ പെൻഷൻ ലഭിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാൻ വന്നു. അതിൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. അപ്പം വീട്ടിലെ കാര്യങ്ങളോ? വീട്ടിലെ കാര്യം ചെറിയ പ്രയാസങ്ങളുണ്ട്, അതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. കുടുംബം എന്നോട് കൂടുതൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈഫ് ചെയ്തോളും വീട്ടിലെ കാര്യങ്ങൾ, എല്ലാ പ്രയാസങ്ങളും. കാരണം നമ്മളിപ്പോൾ ഇല്ല ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും എൻ്റെ കുടുംബം ഒന്നാകെ, മക്കളും ഭാര്യ അമ്മയും എല്ലാവരും പൂർണ്ണ സപ്പോർട്ടാണ്. എൻ്റെ വാർഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ വീടുള്ളത്. ആ വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും എനിക്ക് ഇടപെടേണ്ടി വരും. കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും ഒക്കെ പോക്കറ്റിൽ കുറച്ച് പൈസ ഇല്ലാതെ ഒരു സ്ഥലത്തും കയറി ചെല്ലാൻ പറ്റില്ല ഒരു കൗൺസിലർ ആയാലും. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു 8000 രൂപ ഓണറിയം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് വരെ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള. മെമ്പർ എന്ന നിലയ്ക്ക് എല്ലാവരും നമ്മളെ വിളിക്കും. വെറും കൈയോടെ എന്തായാലും പോകാൻ സാധിക്കില്ല. അപ്പൊ ഓണററി ഏകദേശം നാട്ടിൽ തന്നെ തീരും. നമ്മളെ വരുമാനം. വണ്ടി ഉണ്ടോ? ബൈക്ക്? ബൈക്ക് എണ്ണ അടിക്കാനൊക്കെ ഇങ്ങനെ ആയിട്ട് പോവും. നമ്മളെ തെരഞ്ഞെടുത്ത വാർഡിലെ ജനങ്ങളോട് ഒരു 90% നീതി പുലർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഞാൻ 13 പേരെ ലിസ്റ്റ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുക. ഓരോ ആളെ പേരും വെച്ച് അടുത്ത പദ്ധതിയിൽ വെക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇവർക്ക് കൊടുക്കണം. അത് ഏത് കൗൺസിലർ ആയിരുന്നാലും ആ കൗൺസിലറിലേക്ക് ഇത് വെക്കുന്നുള്ളതാണ്. എങ്ങനെങ്കിലും സമയം കണ്ടെത്തി തൊഴിലെടുക്കും. അതിന്റെ ഒപ്പം വാർഡിലെ ജനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെ ആ 2 പൊതുപ്രവർത്തനവും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ് കൽപ്പറ്റ നഗരസഭയിലെ 3ാം വാർഡിലെ കൗൺസിലറായ ഷിബുവേട്ടൻ.